ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ക്വീൻ ഓഫ് ടിയേഴ്സിൻ്റെ 16th എപ്പിസോഡാണ് കേട്ടോ. ഫൈനൽ എപ്പിസോഡ് കൂടിയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അൺകോൺഷ്യസ് ആയിട്ട് റോഡിൽ എടുക്കുന്ന നമ്മുടെ ഹ്യുങ്ബുനെയാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ വൈകാതെ തന്നെ പോലീസും അതുപോലെ തന്നെ ആംബുലൻസ് എത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹ്യുങ്ബുനെ ഹിറ്റ് ചെയ്ത കാറും അവിടെയുണ്ട്. പക്ഷേ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ വിചാരിച്ച പോലെ യൂണല്ല, വേറൊരാളാണ്. അങ്ങനെ നമ്മുടെ ഹ്യുങ്ബുനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഹ്യുങ്ബുവിൻ്റെ മൈൻഡിൽ ഫുള്ള് ഫസ്റ്റായിട്ട് നമ്മുടെ ഹ്യുങ്ബു പ്രപ്പോസ് ചെയ്തില്ലേ ഹെയിനെ, അപ്പോൾ ഹെയിൻ പറഞ്ഞ കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേ ഹെയിൻ ഹ്യുങ്മുനെ വാൺ ചെയ്തിരുന്നു. അതായത് ഹെയിൻ്റെ ഫാമിലിയും ഹ്യുങ്മുൻ്റെ ഫാമിലിയും രണ്ടും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. ക്യാഷിൻ്റെ കാര്യമല്ല കേട്ടോ അവൾ ഉദ്ദേശിക്കുന്നത്. ഹ്യുങ്മുന് ഹെയിൻ്റെ വീട്ടിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ഒറ്റപ്പെട്ട പോലെ തോന്നും. ചില സാഹചര്യങ്ങളിൽ ഹെയിന് പോലും ഹ്യുങ്മുൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഹെയിൻ. ഹ്യുങ്മു ആണെങ്കിൽ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്ക് നിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ, എനിക്ക് എന്തായാലും ഹെയിൻ്റെ കൂടെ നിൽക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ഹ്യുങ്മു പറയുന്നത് കേട്ടോ. മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് ആരുടെ കൂടെ നിന്നാലും ഇല്ലെങ്കിലും നമ്മൾ സെയിം ബോട്ടിലെ യാത്രക്കാരാണെന്ന് ഹ്യുങ്മു നമ്മുടെ ഹെയിനോട് പറയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ കണ്ണു ഓർക്കുന്ന നമ്മുടെ ഹെയിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് നേരത്തെ നമ്മുടെ ഹെയിൻ മിസ്സായിട്ടുണ്ടായിരുന്നു ആ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട്. പിന്നെ അവൾ ഇപ്പോൾ ഇവിടെയാണ് കണ്ണോർക്കുന്നത് കേട്ടോ. ഹെയിൻ കണ്ണുറന്നിട്ട് ചുറ്റും നോക്കുമ്പോൾ ഹെയിന് പരിചയമില്ലാത്തൊരു പ്ലേസാണ് കാണുന്നത്. നെക്സ്റ്റ് സീനിൽ ഹ്യുങ്മുവിൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഹ്യുങ്മുവിന് ആക്സിഡൻറ്റ് പറ്റിയ കാര്യം അറിഞ്ഞിട്ട് ഡോക്ടർ പറയാണ് റിബ്സും ലിവറൊക്കെ ഇഞ്ചേർഡ് ആണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല പറഞ്ഞിട്ട് ഹ്യുങ്മു കിടക്കുന്ന ബെഡിനടുത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. പക്ഷേ ബെഡ് വൈക്കൻ്റ് ആണ്, ഹ്യുങ്മു അവിടെ ഇല്ല. കാരണം ഹ്യുങ്മു ഒരു ടാക്സിയിൽ അവിടെ നിന്ന് പോയോണ്ടിരിക്കുകയാണ് വേറൊരു സ്ഥലത്തേക്ക് കേട്ടോ. ഹ്യുങ്മുവിന് നല്ല പെയിനൊക്കെ ഉണ്ട്, എങ്കിലും അതൊക്കെ ഒരു രീതിയിൽ പിടിച്ച് സഹിച്ചിട്ടാണ് അവൻ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഹെയിനെയാണ് കാണിക്കുന്നത്. ഹെയിൻ കിടക്കുന്ന റൂമിലേക്ക് ഒരാൾ കയറി വരികയാണ്. അപ്പോൾ ഹെയിൻ ഉടനെ തന്നെ അയാൾ അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് അവിടെ ഗണ്ണുമായിട്ട് നിൽക്കുന്ന യൂണിനെ കാണുന്നത് കേട്ടോ. കാണിക്കുന്നത് നമ്മുടെ ഹെയിൻ എങ്ങനെയാണ് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഡിസപ്പിയർ ആയെന്നാണ് കേട്ടോ. ആ ബസ് അവിടെ വന്ന ടൈമിൽ യൂണിൻ്റെ ആൾക്കാരാണ് ഒരു കാറിലെത്തിയിട്ട് ഹെയിനെ അൺകോൺഷ്യസ് ആക്കിയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. യൂണിനെ കാണുമ്പോൾ ഹെയിൻ ചോദിക്കുന്നുണ്ട്, എന്നെ അൺകോൺഷ്യസ് ആക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീയാണോ ചോദിക്കുമ്പോൾ യൂൺ പറയുന്നുണ്ട്, അതെ ഞാനാണെന്ന് പറയാണ്. യൂൺ അപ്പോൾ ഹെയിനോട് പറയാണ്, ഹ്യുങ്മു നിന്നെ ഹേർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടും നീ എന്തിനാ വീണ്ടും അവനെ കാണാൻ പോയി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹെയിൻ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ യൂണിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് യൂൺ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് അവളോട് ചോദിക്കുകയാണ്, എനിക്ക് അധികം ക്ഷമയൊന്നുമില്ല, വേഗം സത്യം പറയാണ്. യൂണിൻ്റെ ഈ ഒരു ക്യാരക്ടറും ദേഷ്യമൊക്കെ കണ്ടിട്ട് ഹെയിന് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ കുറച്ചൊക്കെ ക്ലെവർ ആയിട്ടാണ് സംസാരിക്കുന്നത് യൂണിനോട്. എന്നിട്ട് ഹെയിൻ യൂണിനോട് പറയാണ്, എനിക്കൊരു നോട്ട്ബുക്ക് കിട്ടി, അത് ജർമ്മനിയിൽ നിന്ന് കൊറിയറായിട്ട് വന്നതായിരുന്നു. ഞാൻ എൻ്റെ സർജറിക്ക് മുൻപ് എഴുതിയിട്ടുള്ളൊരു നോട്ട്ബുക്കായിട്ടാക്കി തോന്നിയത്, കാരണം എൻ്റെ സെയിം ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. പക്ഷേ അതിലത്തെ ഡീറ്റെയിൽസ് ഒക്കെ വേറെ ആയിരുന്നു. ഇവളോട് യൂൺ പറഞ്ഞ കാര്യങ്ങളല്ല ആ ബുക്കിൽ ഇവൾ വായിച്ചറിഞ്ഞത്. ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹ്യുങ്മുവിനെ മീറ്റ് ചെയ്യാൻ പോയെന്ന് പറയാണ്. ഹെയിൻ വീണ്ടും പറയാണ്, പക്ഷേ എനിക്ക് ഡൗട്ട് ഉണ്ട്, കാരണം ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇന്നത്തെ കാലത്ത് കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ആ നോട്ട്ബുക്ക് ഞാൻ എഴുതിയതാണെന്ന് ഒരു പ്രൂഫും ഇല്ലല്ലോ എന്ന് പറയാണ്. ഹെയിൻ പറയാണ്, ഞാനത് വായിച്ച ആ ഒരു ഷോക്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും ആലോചിച്ചില്ല, ഐ എം സോറി, പിന്നെ ഞാൻ നിന്നെ സസ്പെക്ട് ചെയ്തു ആ ഒരു മൊമെൻറ്റിൽ സോറി പറയാണ് കേട്ടോ യൂണിനോട്. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ് കേട്ടോ ഹെയിൻ. ഇപ്പോൾ യൂണിന് കുറച്ച് സമാധാനമാവുകയാണ് കേട്ടോ. അതായത് ഹെയിൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ യൂൺ കുറച്ച് സമാധാനപ്പെടുകയാണ്. യൂൺ പറയാണ്, നമുക്ക് വീട്ടിലേക്ക് പോകേണ്ട, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ പോയി കല്യാണം കഴിക്കാം, എന്തായാലും പുലർച്ചെ ആകുമ്പോൾ ഹെലികോപ്റ്റർ വരും, ഞാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറൊക്കെ കുറച്ച് നാളൊരു മാനേജർ നോക്കിക്കോളും എന്ന് പറയുകയാണ്. ഇതിനാണെങ്കിൽ ഹ്യുങ്മുവിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ എന്ന് അറിയാത്തതുകൊണ്ട് ചിരിച്ചിട്ട് ഓക്കെ പറയാണ് കേട്ടോ. ഈ സീനിൽ ഹ്യുങ്മുവിൻ്റെ ലോയർ, അതായത് ഹ്യുങ്മുവിൻ്റെ ഫ്രണ്ടും ഡിറ്റക്റ്റീവും ചേർന്നിട്ട് CCTV ക്യാമറ നോക്കുമ്പോൾ ആ നമ്മുടെ ഹെയിനെ തട്ടിക്കൊണ്ടുപോയ ആ കാറില്ലേ, അതിന് നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അതെങ്ങോട്ടാണ് പോയെന്നൊന്നും അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഹ്യുങ്മു അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഹ്യുങ്മുവിനെ ഈ ഒരു സമയത്ത് ഇവിടെ കാണുമ്പോൾ ഫ്രണ്ട് ചീത്ത പറയണം, നീ ഇപ്പോൾ ഹോസ്പിറ്റലല്ലേ ഇരിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അവനോട് ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ഗ്രേസിനെയും മോസിയോളിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മോസിയോള് ചോദിക്കുകയാണ് ഗ്രേസിനോട്, എന്താ ഈ പാതിരാത്രി വന്നിരിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രേസ് പറയാണ്, ഹ്യുങ്മു വിളിച്ചിരുന്നു, എന്നിട്ടൊരു കാര്യം പറഞ്ഞു, അത് പക്ഷേ മോസിയോളിനോട് പറയരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്, എങ്കിലും ഞാൻ പറയാണ് പറഞ്ഞിട്ട് ഹ്യുങ്മു പറഞ്ഞൊരു കാര്യം പറയാണ്. അതായത് ഹെയിനെ കാണാനില്ല, ഹെയിൻ മിസ്സിംഗ് ആണ്, എവിടേക്കാണ് പോയതെന്ന് അറിയില്ല, യൂണാണോ ചെയ്തതെന്ന് ഡൗട്ട് ഉണ്ടെന്ന് പറയാണ് കേട്ടോ ഗ്രേസ്. ഗ്രേസ് പറയാണ്, ഇപ്പോൾ ചെയർ വുമൺ ആവാനുള്ള ഇനാഗുറേഷൻ ഡേ ഒക്കെ അടുത്ത് വരികയാണ്, ആ ഒരു ടൈമിൽ ഇതൊരു പ്രോബ്ലം ആവുമോ എന്ന് വിചാരിച്ചിട്ടാണ് അറിയിച്ചതെന്നും ഗ്രേസ് പറയുന്നുണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ ഗ്രേസ് എന്തുകൊണ്ടാണ് മോസിയോളിനോട് ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യുങ്മു പറഞ്ഞിട്ടാണ് ഗ്രേസ് ഇതൊക്കെ നമ്മുടെ മോസിയോളിനെ അറിയിക്കുന്നത്. കാരണം യൂൺ ചെയ്തൊരു കാര്യമാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക മോസിയോളിനായിരിക്കും. ഗ്രേസ് പോയതിന് ശേഷം മോസിയോൾ ഒരു കാര്യം ആലോചിക്കുകയാണ്. അതായത് മുൻപ് യൂൺ ഒരു USB ഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ മോസിയോളിനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അതാലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ മോസിയോൾ അവളുടെ ക്യാഷിൻ്റെ ആ സേഫില്ലേ ആ ഒരാളെ വിളിക്കുകയാണ്. അപ്പോൾ ആ ബാങ്കിൽ നിന്ന് ഇവൾക്ക് മറുപടി കിട്ടുകയാണ്, യൂൺ ഓൾറെഡി അതൊക്കെ ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇവിടുന്ന് മാറ്റിയെന്ന്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് അറിയില്ല ഇപ്പോൾ ആ ക്യാഷ് എവിടെയാണെന്ന്.
കൂടുതലൊന്നും ആലോചിക്കാതെ മോസിയോളും സെക്യൂരിറ്റി ഗാർഡ്സും കൂടി പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഗ്രേസ് മോസിയോൾ അറിയാതെ നമ്മുടെ ഹ്യുങ്വുവിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹ്യുങ്വുവിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് മോസിയോളിൻ്റെ ആ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ ഒക്കെ കാറിനെ ഫോളോ ചെയ്യാണ് കേട്ടോ. ഹ്യുങ്വുവിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ പിയോൻ്റെ മർഡർ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല ഹ്യുങ്വു. അപ്പോൾ ഇവൻ ഭയങ്കര ടെൻഷൻ ആവാണ്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ നമ്മുടെ ഹ്യുങ്വു. മറുപടി കിട്ടാതെ ആകുമ്പോൾ ഇവൻ ഭയങ്കര ടെൻഷൻ ആവാണ്. അപ്പോൾ ഹ്യുങ്വു പറയാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിന് കുറച്ച് സമാധാനം കിട്ടുന്നത് ഹ്യുങ്വു സംസാരിച്ചപ്പോൾ. നിനക്ക് കുറച്ച് നേരത്തെ സംസാരിക്കാമായിരുന്നില്ലേ ചോദിക്കുകയാണ്. ഹ്യുങ്വു എന്നിട്ട് ഫ്രണ്ടിനോട് പറയുകയാണ് നീ എപ്പോഴും എൻ്റെ സൈഡിലുണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നീ ഒരു ഗുഡ് ഫ്രണ്ടാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി കേൾക്കുമ്പോൾ ഫ്രണ്ടിന് ഒരുപാട് സങ്കടം വരികയാണ് കേട്ടോ. സെക്യൂരിറ്റി ഗാർഡ്സിനെയൊക്കെ ഫോളോ ചെയ്തിട്ട് ഇവരെത്തുന്നത് ക്വീൻസിൻ്റെ ഹണ്ടിങ് പ്രോപ്പർട്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹ്യുങ്വു ഫ്രണ്ടിനോട് പറയാണ് പോലീസിനെ അറിയിക്കണം, ഞാൻ ആദ്യം അകത്തേക്ക് പോകാമെന്ന് പറയാണ്. മോനാണെങ്കിൽ തീരെ നടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എങ്കിലും അവൻ ഒരു വിധത്തിലൊക്കെ നടന്ന് ഒപ്പിക്കുകയാണ്. അങ്ങനെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒന്നും കാണാതെ അവിടെ നിൽക്കുന്ന ടൈമിലാണ് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നില്ലേ, ഒരു നായ, അത് അങ്ങോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ നായയുടെ ഓണറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മുൻപ് ഇവർ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ നായേനെ യൂൺ കൊല്ലാതെ ഇവൻ രക്ഷിച്ചിട്ടുണ്ട്. നേരാണെങ്കിൽ ഹ്യുങ്വുവിൻ്റെ കയ്യിലൊരു കീ കൊടുത്തിട്ട് പറയുകയാണ് കിച്ചണിലേക്ക് കയറാനായിട്ട് ഒരു സൈഡ് ഡോർ ഉണ്ട്, അതിലൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ ഹ്യുങ്വുവിനെ. അതേസമയം മോസിയോളും യൂണും കൂട്ടിയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മോസിയോൾ യൂണിനോട് പറയുകയാണ് നീ എങ്ങോട്ട് വേണമെങ്കിൽ പൊക്കോ, പക്ഷെ അതിന് മുൻപ് എൻ്റെ ക്യാഷും അതുപോലെ തന്നെ ആ ഹിഡൻ ക്യാമറയിലത്തെ വീഡിയോയും നീ എനിക്ക് തരണം എന്ന് പറയുകയാണ്. അപ്പോൾ യൂൺ തിരിച്ചു ചോദിക്കണോ നിങ്ങൾക്ക് അത്രയും പേടിയുണ്ടോ, പക്ഷേ ഞാൻ സീക്രട്സ് ഒക്കെ നന്നായി കീപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ലേ ചോദിക്കുകയാണ് അമ്മേനോട്. മാത്രമല്ല ആ ക്യാഷ് അതെൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണെന്നല്ല അമ്മ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. പണ്ടത്തെ ഒരു കാര്യം കാണിക്കാൻ കേട്ടോ. അതായത് നമ്മുടെ ഹെയിൻ്റെ 2 ബ്രദേഴ്സും ആ ബീച്ചിൽ വന്ന് കളിക്കുന്ന ആ ഡേ നമ്മുടെ മോസിയോളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മോസിയോളിനെ കാണാൻ വേണ്ടിയിട്ട് മകൻ അവിടേക്ക് വന്നിരുന്നു. അപ്പോൾ മോസിയോളും മകനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്, കുറച്ച് ക്യാഷൊക്കെ കൊടുത്തിട്ട് ഇവിടുന്ന് വേഗം പോകാൻ പറയുകയാണ്. പോകുന്നതിന് മുൻപ് യൂൺ അമ്മേനോട് പിടിക്കപ്പെടരുത് എന്ന് പറയുകയാണ് കേട്ടോ. ഈ സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹെയിനും ബ്രദേഴ്സൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ബോട്ട് ആ കടലിൽ മുങ്ങിയിരിക്കുകയാണ്. അല്ല ഒരുപാട് റെസ്ക്യൂവേഴ്സൊക്കെ ഇവർ അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ മോസിയോൾ ഓടി വന്നിട്ട് പറയുന്നുണ്ട് ആ പിള്ളേരെ വേഗം രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മോസിയോൾ ഒരു സൈഡിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ഒരാളെ. അപ്പോൾ മോസിയോളായിരുന്നു ശരിക്കും ഈ ഒരു അപകടം സൃഷ്ടിച്ചത്. അതായത് ഹെയിൻ്റെ എൽഡസ്റ്റ് ബ്രദർ മരിക്കാനുള്ള കാരണം മോസിയോളാണ്. മോസിയോൾ അവിടെ നിന്ന് വരുമ്പോഴാണ് യൂണിനെ അവിടെ തന്നെ വീണ്ടും കാണുന്നത് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് അല്ല നീ ഇവിടുന്ന് പോയില്ലേ ചോദിക്കുമ്പോൾ യൂൺ തിരിച്ച് ചോദിക്കുകയാണ് അവനെ കൊന്നില്ലേ ചോദിക്കുകയാണ്. യൂൺ എന്നിട്ട് പറയാണ് അമ്മയല്ലേ ആ ബോട്ട് കേടാക്കിയത്, അവർ മരിച്ചാൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മകൻ അമ്മയുടെ കൂടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് മോസിയോൾ പറയാണ് അന്ന് ഹെയിനും കൂടെ മരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനൊരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ യൂണിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഹെയിൻ സൈഡിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണ് അവിടെ ബ്ലാക്ക് ഔട്ട് ആവുന്നത് കേട്ടോ. ഇലക്ട്രിസിറ്റി ഫുള്ള് പോവുകയാണ്. ഹെയിനാണെങ്കിൽ യൂൺ കാണാതെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഹ്യുങ്വു അങ്ങോട്ട് കയറി വന്ന് ഇവളെയും പിടിച്ച് പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ യൂണും കാണുന്നുണ്ട്. നമ്മുടെ ഹെയിനും ഹ്യുങ്വും കൂടി പുറത്തേക്ക് നടക്കുമ്പോഴാണ് ഹെയിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഹ്യുങ്വുന് തീരെ വയ്യ, നടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഹെയിൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ, വേദനയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഹ്യുങ്വു പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ നേരെ പോയി കഴിഞ്ഞാൽ മെയിൻ ഗേറ്റ് എത്തും, അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, നീ ആ കാറിൽ കയറി പൊക്കോളാൻ പറയുകയാണ്, ഞാൻ പുറകെ വരാമെന്ന് പറയാം. ഹെയിൻ ആണെങ്കിൽ ഒരു രീതിയിലും ഇവിടെ ഹ്യുങ്വുനെ തനിച്ചാക്കി പോകാൻ റെഡിയല്ല കേട്ടോ. പറയാണ് നീ എന്നെ മുറുക്കി പിടിച്ചോ, എൻ്റെ മേലെ ചാരിയിരുന്നോ, നമുക്ക് ഒരുമിച്ച് നടക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ യൂണാണെങ്കിൽ ഇതേ സമയം കാറെടുത്ത് ആ ഒരു റോഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ഇവരെ രണ്ടുപേരെയും അന്വേഷിച്ചിട്ട്. ഈ ടൈമിൽ തന്നെ പോലീസ് ജീപ്പും അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ യൂണാണെങ്കിൽ ലാസ്റ്റ് ഹ്യുങ്വുനെയും ഹെയിനെയും കാണുകയാണ്. എന്നിട്ട് അവരുടെ മുമ്പിലേക്ക് ഗണ്ണുമായിട്ട് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് യൂൺ പറയുന്നുണ്ട് ഇപ്പോഴും തീരെ വൈകിട്ടില്ല ഹെയിൻ, ഞാൻ ക്ഷമിക്കാം, എൻ്റെ കൂടെ വായോ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറയാണ്. എന്നിട്ട് ഹെയിനോട് പറയാണ് പ്ലീസ് എൻ്റെ കൂടെ വായോ, നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതല്ലേ, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതല്ലേ, ഇതെല്ലാം ഞാൻ മറക്കാമെന്ന് പറയുമ്പോൾ ഹെയിൻ പറയാണ് ഞാൻ മരിച്ചാലേ ഇനി ഞാൻ നിൻ്റെ കൂടെ വരൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇവൻ ഭയങ്കര ട്രിഗേർഡ് ആവുകയാണ്. ഇവൻ ചോദിക്കുകയാണ് അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ വരുമോ ചോദിക്കുകയാണ്. അപ്പോഴേക്കും പോലീസ് ജീപ്പെല്ലാം അവിടെ എത്തുന്നുണ്ട്. യൂണിനോട് ഗൺ ഡൗൺ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യൂൺ ഹെയിനോട് പറയാണ് നിന്നെ ഞാനിവിടെ തനിച്ചാക്കി പോവില്ല, എൻ്റെ കൂടെ നിന്നെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഐ ആം സോറി ഹെയിൻ എന്ന് പറഞ്ഞിട്ട് ഹെയിനെ നേരെ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. പക്ഷേ ഹെയിനെ വെടിയേൽക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ഹ്യുങ്വു ഹെയിനെ കവർ ചെയ്യാണ്. അതുകൊണ്ട് വെടിയേൽക്കുന്നത് നമ്മുടെ ഹ്യുങ്വുനാണ്, ഹെയിനല്ല കേട്ടോ. മാത്രമല്ല രണ്ടാമത് വീണ്ടും യൂൺ വെടിവെക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ഹ്യുങ്വുനെ. പക്ഷെ അപ്പോഴേക്കും ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും ചേർന്നിട്ട് യൂണിനെ വെടിവെക്കുകയാണ് കേട്ടോ. അപ്പോൾ യൂൺ നിലത്ത് വീണ് കിടക്കുമ്പോൾ പണ്ട് ഹെയിൻ്റെ ഒരു ചെയിൻ കയ്യിലുണ്ടായിരുന്നില്ലേ, അതിപ്പോഴും നമ്മുടെ യൂണിൻ്റെ കഴുത്തിലുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മുടെ ഹ്യുങ്വു മഞ്ഞിൽ അൺകോൺഷ്യസ് ആയി നിലത്ത് വീണ് കിടക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഹ്യുങ്വുനെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ഹെയിനും തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. ഹെയിനും ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഭയങ്കര പേടിയായിട്ടാണ് ഇരിക്കുന്നത്. ഹ്യുങ്വു മെല്ലെ കണ്ണു തുറന്നിട്ട് ഹെയിനോട് പറയുന്നുണ്ട് കരയല്ലേ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നമ്മുടെ ഹ്യുങ്വു പറയുകയാണ് ഇവിടെ തന്നെ ഉണ്ടാവണം, എങ്ങോട്ട് പോകരുതെന്ന് കേട്ടോ. അങ്ങനെ ഹ്യുങ്വു ഹോസ്പിറ്റലിൽ സർജറിക്ക് കയറിയതിന് ശേഷം ഹെയിൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഹെയിൻ സർജറിക്ക് കയറുന്നതിന് മുൻപ്
ഹെയ്ൻ പറഞ്ഞിരുന്നു ഹ്യൂങ്വുവിനോട് സർജറി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഹെയ്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ടേക്ക് കെയർ ചെയ്യണമെന്ന്. അത് ഹ്യൂങ്വു കറക്റ്റായിട്ട് നടത്തിയിരിക്കുകയാണ്. എന്നിട്ടും ഹ്യൂങ്വുവിനെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടാണ് നമ്മുടെ ഹെയ്ൻ കണ്ടത്. ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് കേട്ടോ ഹെയ്ൻ. നെക്സ്റ്റ് സീനിൽ മോസിയോളാണെങ്കിൽ യൂൺ ഒളിപ്പിച്ച് വെച്ച ആ ക്യാഷ് ഫുള്ള് കണ്ടുപിടിച്ചിട്ട് വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വേറൊരു സ്ഥലത്തേക്ക്. അപ്പോഴാണ് അങ്ങോട്ട് പോലീസ് വന്നിട്ട് യൂണിൻ്റെ ഡെത്തിനെ കുറിച്ച് അറിയിക്കുന്നത് മോസിയോളിനെ. മോസിയോളൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ മോസിയോള് മുൻപത്തെ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുകയാണ്. കാരണം യൂൺ എപ്പോഴും ഇവളോട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കാറിന് പുറകെ ഓടി വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് മോസിയോള് കരയുകയാണ്. ഈ സീനിൽ ഹെയ്ൻ്റെ അച്ഛനും അമ്മയും അവരുടെ പണ്ടത്തെ, അതായത് 3 കുട്ടികളും ഉണ്ടായിരുന്ന ടൈമിലത്തെ ആൽബമൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഹെയ്ൻ്റെ അമ്മ ഒരു ഫോട്ടോ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഹ്യൂങ്വുവിൻ്റെ അമ്മ മുൻപ് പറഞ്ഞിരുന്നു ഈ ഒരു ബീച്ചിൽ വെച്ചിട്ട് നമ്മുടെ ഹ്യൂങ്വു ഒരു പെൺകുട്ടീനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഹെയ്ൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവാണ് അന്ന് ഹെയ്നെ രക്ഷിച്ചത് ഹ്യൂങ്വു ആയിരുന്നു എന്ന്. ടൈമിലാണ് ബിയോംജ് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ഒരു ബാഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം അറിയിക്കുന്നത് കേട്ടോ. അതായത് ഹ്യൂങ്വുവിന് വെടിയേറ്റ കാര്യം അറിയിക്കുന്നത്. ഹ്യൂങ്വുവിൻ്റെ അച്ഛനും അമ്മയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹെയ്നോട് നോക്കുന്നുണ്ട്. അപ്പോൾ ഹെയ്ന് മനസ്സിലാവുന്നില്ല ഇവരാരാന്ന്. അപ്പോൾ അവർ പറയാണ് ഹ്യൂങ്വുവിൻ്റെ അച്ഛനും അമ്മയാന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയ്ൻ പറയുന്നുണ്ട് അവൻ എനിക്ക് വേണ്ടി വെടിയേറ്റതാണ്, എനിക്ക് കിട്ടേണ്ട ബുള്ളറ്റാണ് അവൻ ഏറ്റെടുത്തതെന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കരയാണ് കേട്ടോ ഹെയ്ൻ. നമ്മുടെ ഹ്യൂങ്വുവിൻ്റെ അമ്മയാണെങ്കിൽ ഹെയ്നെ ഹഗ് ചെയ്ത് പിടിച്ചിട്ട് പറയാണ് അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവൻ ഓക്കെ ആവും, അവൻ സ്ട്രോങ് ആണ്, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹെയ്നെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹെയ്നാണെങ്കിൽ നമ്മുടെ ഹ്യൂങ്വുവിൻ്റെ അമ്മ കെട്ടിപ്പിടിച്ചപ്പോൾ വീണ്ടും പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. അത്രയും സങ്കടത്തിലായിരുന്നു ഹെയ്ൻ. നെക്സ്റ്റ് സീനിൽ ഹ്യൂങ്വുവിൻ്റെ അമ്മയും ഹെയ്ൻ്റെ അമ്മയും ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ഹെയ്ൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര കുറ്റബോധത്തിലാണ് ഇരിക്കുന്നത്. ഹെയ്ൻ്റെ അമ്മ പറയാണ് അന്ന് നിങ്ങൾ കാണിച്ചത് ആ ഫോട്ടോ ഉണ്ടല്ലോ അതിലത്തെ അതേ സമയവും ഡേറ്റും ആ ബീച്ചും ആ സെയിം കാര്യവും ഇൻസിഡൻ്റ് ഒക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് പറയാണ് അന്ന് ഹെയ്നെ രക്ഷിച്ചത് ഹ്യൂങ്വു തന്നെയായിരുന്നു എന്ന്. സമയം ഇവിടെ ഹ്യൂങ്വുവിൻ്റെ ഓപ്പറേഷനൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്, ബുള്ളറ്റൊക്കെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെയ്നെ ശരിക്കും അന്ന് രക്ഷിച്ചത് നമ്മുടെ ഹ്യൂങ്വു തന്നെയായിരുന്നു, യൂണല്ല. യൂണെന്ന് അവിടെ ഉണ്ടായിരുന്നത് സത്യമാണ്, പക്ഷേ യൂണല്ല രക്ഷിച്ചത്. എന്നിട്ട് അമ്മ പറയാണ് അവൻ ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ടും അവനെ ഞങ്ങൾ മനസ്സിലാക്കിയില്ല, ഞാൻ ഒരുപാട് അവനെ ഹേർട്ട് ചെയ്തു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹ്യൂങ്വുവിൻ്റെ അമ്മ പറയാണ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അതൊക്കെ പാസ്റ്റിലത്തെ കാര്യമാണ്, ഇനി അതൊന്നും ആലോചിക്കേണ്ടെന്ന് പറയാണ്. അതേസമയം മോസിയോളാണെങ്കിൽ യൂണിൻ്റെ ഡെഡ് ബോഡിയൊക്കെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് അസിസ്റ്റൻറ്റിനോട് പറയുകയാണ് യൂണിന് ഈ ക്വീൻസിലുള്ള ഷെയർ എന്ന് പറയുന്നത് 15.9% ആണ്, അതും കൂടി തൻ്റെ പേരിലേക്ക് ആക്കണം എന്ന് പറയാണ്. തനിക്ക് എന്തായാലും ചെയർവുമൺ ആവാൻ പറ്റും, കാരണം പ്രോബ്ലംസ് ഒന്നും താനല്ല ഉണ്ടാക്കിയ പറയാണ്. ഈ സീനിൽ നമ്മുടെ ഹ്യൂങ്വുവിൻ്റെ ഡോക്ടർ വന്നിട്ട് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിരുന്നു എന്ന് അറിയിക്കുകയാണ്. ഈ സമയം മോസിയോളിൻ്റെ കയ്യിൽ നമ്മുടെ യൂൺ സേവ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഫയലില്ലേ ചെയർമാൻ്റെ, ആ ഫയൽ കിട്ടിയിട്ടുണ്ട്. മോസിയോളിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇതിൻ്റെ പാസ്വേഡ്. യൂണിന് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അവൻ്റെ അമ്മേനെ കേട്ടോ. അമ്മയാണെങ്കിൽ ആ ഒരു ടാബ് അങ്ങനെ കൊണ്ടുവന്ന് അവിടുത്തെ റിവറിൽ ഇടുകയാണ് കേട്ടോ. ഇനി പ്രൂഫ് ഒന്നും തന്നെ ഇല്ല. ഹ്യൂങ്വു ആണെങ്കിൽ ഇതുവരെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കണ്ണ് തുറന്നിട്ടില്ല. അപ്പോൾ ഹെയ്ൻ ഇങ്ങനെ ഹ്യൂങ്വുവിനോട് പറയാണ് ഓരോ തവണയും നിന്നെ കാണുമ്പോൾ എൻ്റെ ഹാർട്ട് റേസ് ആവാറുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് എനിക്ക് വേദനിക്കുമായിരുന്നു, എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് ഹെയ്ൻ പറയാണ്. ഒരു ദിവസം കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെയ്ൻ പറയാണ് കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ, നിനക്കറിയാലോ എനിക്കിപ്പോഴും ടാബ്ലറ്റ്സ് ഒക്കെ കറക്റ്റ് ടൈമിൽ കഴിക്കണമെന്ന്, ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് വീണ്ടും അസുഖം വരുന്നൊക്കെ ഹെയ്ൻ പറയാണ് കേട്ടോ. ഭീഷണിപ്പെടുത്തുകയാണ് നമ്മുടെ ഹ്യൂങ്വുവിനെ. ഈ കണ്ണ് തുറക്കാതെ ഞാൻ ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശിയിലിരിക്കുകയാണ് കേട്ടോ അവിടെ. ഹെയ്ൻ അൺകോൺഷ്യസ് ആയി കിടക്കുന്ന നമ്മുടെ ഹ്യൂങ്വുവിനോട് പറയുന്നുണ്ട് കരഞ്ഞതേ എനിക്ക് തലയൊക്കെ കറങ്ങുന്നുണ്ട്, ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഹ്യൂങ്വു കണ്ണ് തുറക്കുന്നത് കേട്ടോ. ഹ്യൂങ്വു കോൺഷ്യസ് ആവുന്ന കാണുമ്പോൾ ഹെയ്ൻ ഭയങ്കര ഹാപ്പി ആവുകയാണ് കേട്ടോ. മാത്രമല്ല കരയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് സോറി പറയാണ് കേട്ടോ. ഇത്ര നാൾ ഹ്യൂങ്വുവിനെ മനസ്സിലാക്കിയില്ലല്ലോ, അവൾ റെക്കഗ്നൈസ് ചെയ്തില്ല, അതിന് സോറി പറയാണ്. ഹ്യൂങ്വുവും തിരിച്ച് സോറി പറയുന്നുണ്ട്, അവൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് മുൻപ്, അതിന് സോറി പറയാൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അകത്തേക്ക് വരുന്നത്. നെക്സ്റ്റ് സീനിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഹ്യൂങ്വുവിൻ്റെ ഫ്രണ്ടും ഹെയ്നും കൂടി മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെയ്ൻ ചോദിക്കുന്നുണ്ട് ശരിക്കും ഹ്യൂങ്വു എന്തിനാ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ നോക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലോയർ പറയാണ് അതൊന്നും ഇനി പറയേണ്ട കാര്യമില്ല, അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, ശരിക്കും പറഞ്ഞാൽ ഹ്യൂങ്വുവിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ്. ലോയർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂങ്വു നേരത്തെ കാറിൽ വെച്ചിട്ട് ലോയറിനോട്, അതായത് ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു ഹെയ്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ജീവിക്കാൻ പറ്റില്ല, തനിക്ക് ഒരിക്കലും ഹാപ്പി ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഹെയ്ൻ ആ ഒരു ബുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ ഹോസ്പിറ്റലിൽ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഹ്യൂങ്വുവിനെ ഒരിക്കലും വിടരുതെന്നാണ്. അപ്പോൾ ഹെയ്ൻ വിചാരിക്കുകയാണ് എനിക്ക് ഇത്രയും വലിയ അസുഖം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവനെക്കുറിച്ച് ഇത്രയൊക്കെ ആലോചിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹ്യൂങ്വുവിനെയൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒബ്സർവ് ചെയ്തിട്ട് പറയാണ് ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്, നല്ല ക്യൂട്ടാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. എന്നിട്ട് അവൾ വീണ്ടും തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവളുടെ ആ ഒരു ബുക്കിൽ അത് മേശപ്പുറത്തിരിക്കണം, കാരണം നേരത്തെ അവൾ അത് ബാഗിൽ വെച്ചിട്ടാണ് പോയത്. മാത്രമല്ല അതിൽ ഹ്യൂങ്വു ഒരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്, ഞാനിപ്പോഴും ഇവിടെ തന്നെയുണ്ട്, നിന്നെ ഒരിക്കലും ഞാൻ വിടില്ല എന്ന് ഹ്യൂങ്വു എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഹെയ്ൻ പെട്ടെന്ന് തന്നെ ഹ്യൂമൂൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നീ എഴുന്നേറ്റോ, നീ കണ്ണ് തുറന്നോ, ഞാനത് പണ്ടെപ്പോഴും ബോധമില്ലാത്ത സമയത്ത് എഴുതിക്കുന്നതൊക്കെ ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹ്യൂമു ആണെങ്കിൽ ഒരു രീതിയിലാണ് ചിരിയൊക്കെ അടക്കി പിടിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഹ്യൂമു പറയാണ്, നീ എന്നെ ചിരിപ്പിക്കില്ല പ്ലീസ്, എനിക്ക് ചിരിക്കുമ്പോൾ വേദനിക്കുകയാണെന്ന് പറയാണ്. ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇന്ന് സംസാരിക്കുന്നതൊക്കെ ബാക്കി നമ്മുടെ ഹ്യൂമുവിൻ്റെ ഫാമിലി പുറത്തെ ഡോറിലൂടെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് സീനിൽ ഹെയ്ൻ ഹ്യൂമുവിന് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹെയ്ൻ പറയുന്നുണ്ട്, ശരിയാണ് നമ്മൾ സ്നേഹിച്ചിരുന്നു, പക്ഷേ എനിക്ക് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ലല്ലോ, മാത്രമല്ല എന്നെ അങ്ങനെ ഇമ്പ്രസ് ചെയ്യാനൊന്നും നീ നോക്കണ്ട, നീ ടു പെർഫെക്റ്റ് ആണ്, എനിക്ക് നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷേ എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ ഹെയ്ൻ. ഇതേസമയം ചെയർമാൻ്റെ ഗ്രേവിൻ്റെ അവിടെ 3 മക്കളും കൂടി എത്തിയിരിക്കുകയാണ് കേട്ടോ. യോംജ ഗ്രേവിൻ്റെ അവിടെ നിന്നിട്ട് പറയാണ്, അച്ഛ നമ്മളെല്ലാം തന്നെ തിരിച്ചു പിടിക്കും, ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ ഹ്യൂങ് ഫാമിലി മെമ്പേഴ്സിനോട് പറയാണ്, മോസിയോൾ 7% കൂടുതൽ ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മോസിയോളിൻ്റെ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 45% ആണ്, പക്ഷേ ഇവരുടെ ഫ്രോസൺ ഷെയർ ആകെ കൂടി 39.3% ഉള്ളൂ. അതായത് ഇപ്പോഴും ഏറ്റവും വലിയ ഷെയർ ഉള്ളത് മോസിയോളിന് തന്നെയാണ്. അപ്പോൾ ഹ്യൂങ് പറയാണ്, 13.3% ഷെയർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ചെയർമാൻ്റെ സീക്രട്ട് ഫണ്ട് യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ സീക്രട്ട് ഫണ്ട് എന്ന് പറയുന്നത് ഇല്ലീഗലാണ്, കാരണം ആ ഫണ്ടിന് ടാക്സ് കൊടുക്കുന്നില്ല നമ്മൾ ഗവൺമെൻറ്റിന്. അതുകൊണ്ട് സീക്രട്ട് ഫണ്ട് തിരിച്ച് ഗവൺമെൻറ്റിനുള്ളതാണെന്നാണ് ഹ്യൂങ് പറയുന്നത്. എന്നിട്ട് ഹ്യൂങ് പറയാണ്, മോസിയോളിന് അഗെയിൻസ്റ്റ് ആയിട്ട് നള്ളിറ്റി സ്യൂട്ട് ഫയൽ ചെയ്യാൻ പോവുകയാണെന്ന്. അതായത് മോസിയോൾ ഇല്ലീഗൽ ഫണ്ട് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്തു എന്ന ഒരു കേസാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ഡേഹയും ഗ്രേസും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡേഹ പറയാണ്, നമുക്ക് പോലീസിൽ കീഴടങ്ങാമെന്ന്, അതായത് സത്യം ഏറ്റു പറയാമെന്ന് പറയാണ്. ഇത് സൂചിയോളുടെ ഫാമിലിക്ക് അവരുടെ ഫ്രോസൺ ഷെയർ ഒക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ മോസിയോൾ അത് ഇല്ലീഗലായിട്ട് നേടിയെടുത്തതാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവർ വിറ്റ്നസ് ആണല്ലോ, അതുകൊണ്ടാണ് ഇവളിങ്ങനെ പറയുന്നത് കേട്ടോ. ആണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ഷോക്കായിട്ട് പറയുകയാണ്, ഞാൻ എന്തിനാണ് വരുന്നത്, ഞാൻ ഓൾറെഡി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്തതാണെന്ന് പറയാണ് കേട്ടോ. അതായത് നമ്മുടെ ഹ്യൂങ്ങൂൻ്റെ ഒരു MP3 പ്ലെയർ ഇല്ലേ, അത് ഹ്യൂങ്ങൂൻ്റെ റൂമിൽ കൊണ്ടുപോയി വെപ്പിച്ചത് നമ്മുടെ ഗ്രേസ് ആയിരുന്നു കേട്ടോ, ഹ്യൂങ്ങു പറഞ്ഞിട്ട്. അതുപോലെ ജർമ്മനിയിൽ നിന്ന് വന്ന ആ പാഴ്സലില്ലേ, അതും കറക്റ്റായിട്ട് നമ്മുടെ ഹെയ്ൻ്റെ കയ്യിലെത്തിച്ചത് അതും ഗ്രേസ് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഹെയ്ൻ അത് കാണാൻ പറ്റിയത്. ഡേഹ പറയാണ്, എനിക്കെന്തായാലും യൂൺ ജീവിച്ച പോലെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഒരു ഗിൽട്ട് ഫ്രീ ആയിട്ട് സമാധാനത്തോടു കൂടി ഹാപ്പി ആയിട്ട് ഒരു ലോയൽ വൈഫായിട്ട് എനിക്ക് ജീവിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഗ്രേസ് തിരിച്ച് ചോദിക്കുകയാണ്, നീ പ്രിസണിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഫാമിലി നിന്നെ വീണ്ടും എടുക്കുമോ ചോദിക്കുകയാണ്, ആ വീട്ടിലേക്ക് കയറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവരിത് സംസാരിച്ചിരിക്കുന്നത് കേട്ടോണ്ടാണ് നമ്മുടെ സൂചിയോൾ അങ്ങോട്ട് എത്തുന്നത് കേട്ടോ. സൂചിയോൾ ചോദിക്കുകയാണ്, അല്ല ആരാ പ്രിസണിൻ്റെ കാര്യം സംസാരിക്കുന്നത് ചോദിക്കുകയാണ്. ഡേഹ എന്നിട്ട് നമ്മുടെ സൂചിയോളിനെയും കൊണ്ടിട്ട് ആ ഒരു പണ്ടത്തെ ഓർഫനേജ് ഇല്ലേ അവിടേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. എന്നിട്ട് ഡേഹ പറയാണ്, നമ്മൾ ഇവിടെ വെച്ചിട്ട് ആദ്യം മീറ്റ് ചെയ്തേ, സാധാരണ എല്ലാ പിള്ളേരെയും കൊണ്ടുപോകാൻ അവരുടെ പാരൻസ് വരുമായിരുന്നു, പക്ഷേ എൻ്റെ പാരൻസ് ആണെങ്കിൽ എന്നെ അവിടെ ഉപേക്ഷിച്ച് പോയതായിരുന്നു. എന്നിട്ട് സൂചിയോളുടെ നിന്ന് തട്ടിപ്പറിച്ച ആ ഒരു ബൊമ്മയില്ല അതൊക്കെ കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഈ ഒരു ഡോളൊക്കെ പിടിക്കുമ്പോൾ ഞാൻ അത്യാവശ്യം റിച്ച് ആണെന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു, മാത്രമല്ല ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയാണ്. സൂചിയോളിനാണെങ്കിൽ ആ ഡോളിനെ കുറിച്ചൊന്നും ഓർമ്മയില്ല, പക്ഷേ ഇത്ര നാൾ ഡേഹ ആ ഒരു ഡോൾ സൂക്ഷിച്ചു വെച്ചു എന്നൊക്കെ കാണുകയാണ് നമ്മുടെ സൂചിയോൾ. എന്നിട്ട് ഡേഹ പറയാണ്, നീ എല്ലാ മാസവും ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു, അപ്പം ഞാൻ എപ്പോഴും നീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു, പക്ഷേ പിന്നെ നീ ഇവിടേക്ക് വരാതെ ആയി തുടങ്ങി, ഒരുപാട് നാൾ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡേഹ പറയാണ് കേട്ടോ. ഡേഹ എന്നിട്ട് അവനോട് പറയാണ്, എനിക്ക് എന്തായാലും ഇതൊക്കെ എൻ്റെ തലയിൽ നിന്ന് ഇറക്കി വെക്കണം, ഞാനിനി ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ലോയൽ വൈഫായിരിക്കും, ഞാൻ കൈൻഡ്ഫുൾ വൈഫായിരിക്കും എന്ന് പറയാണ്. സൂചിയോളിന് ഡേഹ ജയിലിൽ പോകുന്നതൊന്നും കാണാൻ ആഗ്രഹമില്ല, പക്ഷേ സൂചിയോളിനെ കൺവിൻസ് ചെയ്യുകയാണ് കേട്ടോ ഡേഹ. നെക്സ്റ്റ് സീനിൽ കോർട്ടിലെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 900 ബില്യൺ നമ്മുടെ യൂൺ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്തത് ക്വീൻസിൻ്റെ ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല യൂൺ മരിച്ചതിന് ശേഷം ആ ഷെയർസൊക്കെ മോസിയോളിന് കിട്ടി. എന്നിട്ട് ഹ്യൂങ് പറയാണ്, 13.3% ഷെയർസ് വാങ്ങിയിട്ടുള്ളത് സീക്രട്ട് ഫണ്ട് യൂസ് ചെയ്തിട്ടാണ്. മാത്രമല്ല മോസിയോൾ 2 ട്രില്യൻ്റെ സ്കാം നടത്തിയിട്ടാണ് ക്വീൻസിൻ്റെ പ്രോപ്പർട്ടി തട്ടിയെടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പ്രോഫിറ്റ് 5 ഇരട്ടി കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മോസിയോളിൻ്റെ ലോയർ പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്തത് യൂണാണ്, മോസിയോളിൻ്റെ മകനാണ്. മോസിയോളല്ല പറയുമ്പോൾ മോസിയോളും പറയുന്നുണ്ട്, 20 വർഷമായിട്ട് ഞാനും എൻ്റെ മകനും കണ്ടിട്ടില്ല, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ സ്കാം ചെയ്തെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ മോസിയോൾ. ആണെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും വെരിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ കോർട്ടിനെ ഏൽപ്പിക്കുകയാണ്. മോസിയോളാണെങ്കിൽ ഇതൊന്നും തന്നെ സമ്മതിക്കുന്നില്ല, കാരണം പ്രൂഫ് ഇല്ലല്ലോ മോസിയോൾ ഇത് ചെയ്തു എന്ന് പറയാനായിട്ട്. മോസിയോൾ ഇതൊക്കെ ചെയ്തു എന്ന് പറയാൻ വിറ്റ്നസ് ആയിട്ട് അവിടെ നിൽക്കുന്നത് ഡേഹയാണ് കേട്ടോ. ഡേഹ കോടതിയിൽ പറയുന്നുണ്ട്, റിയൽ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്തിട്ടാണ് സൂചിയോളിനെ മാരി ചെയ്തത്, എന്നിട്ട് ഇൻഫർമേഷൻ വീടിൻ്റെ അകത്തു നിന്ന് എല്ലാ ഇൻഫർമേഷൻസും മോസിയോളിന് പാസ് ചെയ്തിരുന്നു. മാത്രമല്ല മോസിയോളിൻ്റെ മകൻ യൂണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വീട്ടിൽ ഇവളായിരുന്നു. മാത്രമല്ല ഈ സ്കാമിൽ സൂചിയോളിനെ നിർബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു.
സിയോളുടെ ലോയർ അപ്പോൾ ഇതിന് പ്രൂഫ് ഉണ്ടോ ചോദിക്കുമ്പോൾ ഡേഹ പറയാണ് പ്രൂഫില്ല, കാരണം ഒക്കെ വേറെ ആൾക്കാർ വഴിയാണ് ഡേഹനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മോസിയോൾ പറയാണ് എല്ലാതും എന്നെ ചെയർമാൻ ഏൽപ്പിച്ചതാണ്, കാരണം ചെയർമാൻ്റെ ഫാമിലിനെ ഒട്ടും തന്നെ വിശ്വസിച്ചിരുന്നില്ല, ട്രസ്റ്റ് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചതാണെന്ന് മോസിയോൾ അവിടെ ഇരുന്ന് കരഞ്ഞു പറയുകയാണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഹെയ്നാണ് കേട്ടോ. അപ്പോൾ ഹെയ്ൻ പറയുന്നുണ്ട് 3 ആഴ്ച മുൻപ് എന്നെ കിഡ്നാപ്പ് ചെയ്തു യൂൺ, അതായത് ഈ മോസിയോളുടെ മകൻ. ടൈമിൽ യൂണും മോസിയോളും സംസാരിക്കുന്നത് അറിയാതെ കേട്ടിരുന്നു. ഇതിൽ നിന്ന് ഹെയ്ൻ മനസ്സിലാക്കിയത് 25 വർഷം മുൻപ് നടന്ന ആ ഒരു ബോട്ട് ആക്സിഡൻറ്റ്, ഇവളുടെ ബ്രദർ മരിച്ചിരുന്നു, ആ ബോട്ട് ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തത് മോസിയോളായിരുന്നു. അതുപോലെ തന്നെ ചെയർമാൻ്റെ മരണത്തിലും മോസിയോളിനും പങ്കുണ്ടെന്നാണ് ഹെയ്ൻ പറയുന്നത് കേട്ടോ. അപ്പോൾ മോസിയോളാണ് ആ ബോട്ട് ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഈ ഒരു മൊമെൻറ്റിലാണ് ബാക്കിയുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും അറിയുന്നത് കേട്ടോ. അപ്പോൾ മോസിയോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അവിടെ കിടന്ന് കരയുകയാണ്. മോസിയോളിൻ്റെ ലോയർ അപ്പോൾ പറയുന്നുണ്ട് ഹെയ്ൻ്റെ ബ്രെയിൻ സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ, മാത്രമല്ല പറയുന്നതിന് പ്രൂഫ് ഒന്നും തന്നെ ഇല്ലയെന്ന്. അപ്പോഴാണ് നമ്മുടെ ഹ്യൂമു പറയുന്നത് പ്രൂഫ് ഇല്ല എന്നല്ല, പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രൂഫ് കൊടുക്കുകയാണ് കേട്ടോ. പ്രൂഫ് അഡ്വാൻസ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിലും കോടതി അത് അക്സെപ്റ്റ് ചെയ്യാണ് കേട്ടോ ആ ഒരു പ്രൂഫ്. ഈ ഒരു പ്രൂഫ് മെയ്ഡ് വഴി ഗ്രേസ് ആണ് അവിടെ നിന്ന് എടുത്ത് നമ്മുടെ ഹ്യൂമുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് കേട്ടോ. ഫോണിൻ്റെ ഡ്രോവറിലുണ്ടായിരുന്ന ഒറിജിനൽ ടാബ് എടുത്ത് മാറ്റിയിട്ട് ഫേക്ക് ആയിട്ടൊരു ടാബ് അവിടെ വെക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു പ്രൂഫ് നമ്മുടെ ഹ്യൂമു കളക്ട് ചെയ്യുന്നത്. ആ ഹിഡൻ ക്യാമറ വിഷ്വൽസിലാണെങ്കിലോ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചെയർമാനോട് മോസിയോൾ അന്ന് പറഞ്ഞിരുന്നു കറക്റ്റായിട്ട്, ഒരുപാട് വർഷമായിട്ട് ഈ ഒരു ഡ്രഗ് തരികയായിരുന്നു പാരലൈസ് ആവാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ചെയർമാൻ പാരലൈസ് ആയതും കോമയിലായതും മരണപ്പെട്ടതിനൊക്കെ പുറകിൽ മോസിയോളാണെന്ന് ഇവിടെ പ്രൂവ് ആവുകയാണ് കേട്ടോ. മാത്രമല്ല ക്വീൻസിൻ്റെ ഷെയറും ചതിച്ച് നേടിയതാണെന്ന് ഇവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. മോസിയോളാണെങ്കിൽ അവിടെ നിന്ന് ഓളിയിട്ട് പറയുന്നുണ്ട് ഇതൊന്നും ഞാനല്ല ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ കാര്യമില്ല, കാരണം ട്രൂത്ത് ഇവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്. മോസിയോളിൻ്റെ ലോയറിന് പോലും ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മോസിയോളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അങ്ങനെ ക്വീൻസ് ഗ്രൂപ്പിൻ്റെ യഥാർത്ഥ ഓണേഴ്സ് തന്നെ അവിടേക്ക് തിരിച്ചെത്തുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്രാൻഡ് വെൽക്കം തന്നെ അവിടുത്തെ എംപ്ലോയീസ് അവർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മോസിയോളാണെങ്കിൽ അവിടുത്തെ ജയിലിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഓളിയിടുകയാണ് കേട്ടോ. അങ്ങനെ ശല്യം സഹിക്കാൻ വയ്യാതെ അവിടെയുള്ള ബാക്കിയുള്ള ജയിലേഴ്സൊക്കെ ഇവളെ കൂട്ടിയിട്ട് ചവിട്ടുകയാണ് കേട്ടോ മോസിയോളിനെ. ക്വീൻസിൻ്റെ വീട്ടിലാണെങ്കിൽ ആ ഹിഡൻ ക്യാമറയുള്ള പെയിൻറ്റിംഗ് ഒക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് വലിയൊരു ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ അവിടെ വെക്കുന്നത്. നമ്മുടെ ചെയർമാൻ ഹോങ് ഇല്ല, അതിന് ശേഷം എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്, അതായത് നമ്മുടെ ഹെയ്ൻ്റെയും ഹ്യൂമുവിൻ്റെയും ഫാമിലി ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ കേട്ടോ. സൂചിയോളാണെങ്കിൽ അവരുടെ കൊച്ചിനെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ബിയോംജ ക്രഷ് കിമ്മുമായിട്ട് മീറ്റ് ചെയ്യാണ് കേട്ടോ. കിമ്മാണെങ്കിൽ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടോ വന്നിരിക്കുന്നത്. കിം എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയോംജ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്, ഒരുപാട് ആൾക്കാരെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്, മാരി ചെയ്തിട്ടുണ്ട്, ലവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതെനിക്ക് ഫസ്റ്റ് ടൈമാണെന്നാണ് പറയുന്നത്. മാത്രമല്ല ബിയോംജ ഇല്ലാത്ത ടൈമിൽ ഒരുപാട് തവണ ബിയോംജനെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ റിവീൽ ചെയ്ത് പറയുകയാണ് കേട്ടോ. ഹ്യൂങ്വുവിൻ്റെ സിസ്റ്റർ ആണെങ്കിൽ ഹസ്ബൻഡിന് ഒരു അഫെയർ ഉള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണ് കേട്ടോ പാരൻസിനോട്. എന്നിട്ട് പറയുന്നുണ്ട് ആ അഫെയർ ഉള്ള പെൺകുട്ടിയുടെ പേര് ജെന്നി എന്നാണ്, മാത്രമല്ല ഒരു വൈഫ് എന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത് അന്ന് ഫോണിലെന്ന് പറയണം കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുകയാണ് ഈ ജെന്നി എന്ന് പറയുന്ന ലേഡിക്ക് 60 വയസ്സുണ്ട്, അതായത് എൻ്റെ പ്രായം. അന്ന് നിൻ്റെ ഹസ്ബൻഡ് ആ ഫോൺ ലാബിൽ വെച്ചെടുത്തു, അപ്പോൾ അവരുടെ പ്രൊഫസറായിരുന്നു, അതായത് ഹസ്ബൻഡിൻ്റെ പ്രൊഫസറാണ് ഫോൺ എടുത്ത് സംസാരിച്ചത്, അല്ലാതെ അഫെയർ ഉള്ള ആളൊന്നുമല്ല. എന്നിട്ട് ഇവൾക്കൊരു ടിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ. ഹസ്ബൻഡിനെ പോയി കണ്ട് ഐ ലവ് യു പറയാൻ പറയുകയാണ്. എന്നിട്ട് അതായത് ഹ്യൂമുവിൻ്റെ സിസ്റ്ററിൻ്റെ കാര്യം ഫുൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. ഹസ്ബൻഡിന് അഫെയറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെയില്ല, ഇപ്പോഴും ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഹെയ്നും നായും കൂടി ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഹെയ്ൻ പറയാണ് ഇവിടുത്തെ പോപ്പപ്പ് സ്റ്റോറൊക്കെ മാറ്റിയിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് സ്ഥലം വേണം, കുട്ടികൾക്ക് കളിക്കാനും കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറയാണ് കേട്ടോ. സെക്രട്ടറി ഞാൻ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഹെയ്ൻ പറയാണ് അങ്ങനെ കല്യാണം കഴിക്കാറായിട്ടില്ല, ഞങ്ങൾ ലവ് ചെയ്തിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർമ്മയില്ലല്ലോ പറയാണ് കേട്ടോ. ആ സമയത്താണ് സെക്രട്ടറി നാടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്, അതായത് ഒരു റിസർവേഷൻ ചെയ്തിട്ടുണ്ട് ഹ്യൂങ്കു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആട്ടോ വരുന്നത്. അപ്പോൾ സെക്രട്ടറി ഞാൻ പറയാണ് ചിലപ്പോൾ ഇന്ന് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ഹെയ്ൻ പറയാണ് ഇനി അവൻ എന്നെ ഇന്ന് പ്രൊപ്പോസ് ചെയ്താലും ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല, റിജക്റ്റ് ചെയ്യുമെന്ന് പറയാണ് കേട്ടോ. ഹെയ്നാണെങ്കിൽ ഹ്യൂമുവിനെ പ്രതീക്ഷിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് കോളൊന്നും വരാത്തതുകൊണ്ട് അവൾ ലാസ്റ്റ് അങ്ങോട്ട് വിളിക്കുകയാണ് ഹ്യൂമുവിനെ. ഇന്ന് കമ്പനി ഡിന്നറാണ്, അതുകൊണ്ട് കൊളീഗ്സിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക പറയാണ്. ആണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമ്മുടെ ഹ്യൂങ്വു താമസിച്ചിരുന്ന ആ റൂമിൽ കയറിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അവൾ ആ സ്റ്റാർ കാണുന്നുണ്ട്, അപ്പോൾ അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞ് അബോട്ടായി എന്നറിഞ്ഞ ഡേ ഉണ്ടല്ലോ, അന്ന് ശരിക്കും ചെറിയ കാര്യങ്ങൾക്കാണ് ഇവർ വഴക്കിട്ടത് കേട്ടോ. ഹെയ്ൻ ചോദിച്ചത് ഹെയ്നോട് ചോദിക്കാതെ എന്തിനാ റൂം അറിയാനാണ്. അപ്പോൾ ഹ്യൂങ്വു ചോദിക്കുന്നത് ഹ്യൂങ്വുവിനോട് പറയാതെ എന്തിനാ സാധനങ്ങൾ കുഞ്ഞിന് വേണ്ടി ഒരുക്കിയ റൂമിലെ സാധനങ്ങൾ മാറ്റിയതാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ഇവരുടെ ആ വലിയ വഴക്ക് തുടങ്ങിയത് പണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഹെയ്നും ഹ്യൂങ്വുവും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. ഹെയ്ൻ പറയാണ് ഇന്നലെ റിസർവേഷൻ ചെയ്തു എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നെ പ്രൊപ്പോസ് ചെയ്യാനാണ്, ഇനി എങ്ങാനും പ്രൊപ്പോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്ന് പറയാണ്.
അപ്പോൾ ഹ്യൂങ് ചോദിക്കുകയാണ്, അല്ല എന്താ റിജക്റ്റ് ചെയ്യണേ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹെയ്ൻ പറയാണ്, ശരിയാണ് നമ്മൾ ലവ് ചെയ്തിരുന്നു, പക്ഷേ എനിക്കതൊന്നും തന്നെ ഓർമ്മയില്ല, അതുകൊണ്ട് നമുക്കിതൊന്നും റഷ് ചെയ്യേണ്ട എന്ന് പറയുകയാണ് കേട്ടോ. മെല്ലെ സ്ലോ ആയിട്ട് മതി എന്ന് പറയാണ്. എന്നിട്ട് ഹെയ്ൻ പറയാണ്, നമ്മൾ പണ്ടൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് വഴക്ക് കേട്ടിരുന്നത്, സാധാരണ നീ എന്നോട് മിണ്ടാണ്ട് പോയാൽ ഞാൻ മൈൻഡ് ചെയ്യില്ലായിരുന്നു, ഇനി തൊട്ട് അങ്ങനെയല്ല, ഇനി നീ മിണ്ടാണ്ട് പോയാൽ ഞാൻ അങ്ങോട്ട് വന്ന് വിളിക്കും എന്ന് പറയാണ് കേട്ടോ. ഹ്യൂങ്ങും പറയുന്നുണ്ട്, അത് ശരിയാണ്, പെർഫെക്റ്റ് ആയിരിക്കും എന്നല്ല, എങ്കിലും നമ്മൾ മാക്സിമം നമ്മൾ പരസ്പരം മനസ്സിലാക്കണം, ലവ് ചെയ്യണം എന്ന് പറയുകയാണ്. അവരിങ്ങനെ ഫ്യൂച്ചർ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. നമുക്കിങ്ങനെ ട്രിപ്പിന് പോകണം, ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഒരുമിച്ച് വർക്കൗട്ടിന് പോകണം, ഒരുമിച്ച് നടക്കാൻ പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഡേഹ ജയിലിൽ നിന്ന് റിലീസ് ആവുകയാണ് കേട്ടോ. ഡേഹയും ഡേഹയുടെ എക്സും അതുപോലെ തന്നെ ഗ്രേസും ക്രൈമിൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഇവരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡേഹയുടെ കുട്ടിയാണെങ്കിൽ ഓടി നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഗ്രേസും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കേട്ടോ. ഡേഹേനെ കൊണ്ടുപോകാനാണെങ്കിൽ സൂചിയോളും മകനും വന്നിട്ടുണ്ട്, പക്ഷേ ഗ്രേസിനെ കൊണ്ടുപോകാൻ ആരും തന്നെ വന്നിട്ടില്ല കേട്ടോ. സൂചിയോള് ഗ്രേസിനോട് പറയാണ്, അമ്മ ചായക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രേസിനെന്ന്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്ന ആളെ മനസ്സിലായോ ആരാന്ന്? നമ്മുടെ ബിയോംജയാണ് കേട്ടോ. ക്രഷിൻ്റെ വീട്ടിലിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇവളിപ്പോഴും കുറച്ച് കലിപ്പിലാണ് കേട്ടോ ക്രഷിനോട്. കാര്യം വേറെ ഒന്നുമല്ല, ഇത്ര നാളായി ഡേറ്റ് ചെയ്യുന്നു കേട്ടോ, 2, 3, 4 വർഷമായി. എന്നിട്ടും ഇതേവരെ ഒരു കിസ്സ് പോലും ക്രഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാട്ടോ പിണങ്ങി നിൽക്കുന്നത്. അപ്പോഴാണ് അവൻ പെട്ടെന്ന് അവളുടെ കവിളിൽ കിസ്സ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഹ്യൂങ്ങുവിൻ്റെ ബ്രദറിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കുട്ടികളൊക്കെ ബോക്സിങ് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹെയ്ൻ്റെ അച്ഛനും അമ്മയും ഒരു കാരവാനിലൊക്കെ ട്രിപ്പ് പോലെ വന്നിരിക്കുകയാണ്, കുറച്ച് ഫുഡൊക്കെ ആയിട്ട് നമ്മുടെ ഹ്യൂങ്ങുവിൻ്റെ വില്ലേജിലേക്ക് കേട്ടോ. ഹസ്ബൻഡും വൈഫും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ ഹ്യൂങ്ങുവിൻ്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കിംചി ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹെയ്നും ഹ്യൂങ്ങും ഒരുമിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ജർമ്മനിയിൽ ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പിന്നീട് വീണ്ടും ഇവർക്കൊരു കൊച്ചായതിന് ശേഷം വീണ്ടും വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹ്യൂങ്ങുവിനും ഹെയ്നും ഒരു പെൺകുട്ടിയാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജർമ്മനി തന്നെ കേട്ടോ, ഈ സെയിം പ്ലേസ്, പക്ഷേ സ്നോ സീസണാണ്. ഗ്രാൻഡ്പയാണ് ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ ഹെയ്നും ഹ്യൂങ്ങും കൂടി ഒരു പാർക്കിന് നടുവിലുള്ള ഒരു സിമിട്രിയിൽ വരാറില്ലേ നടക്കാൻ, ആ ഒരു സെയിം സിമിട്രിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഗ്രാൻഡ്പ ഇതിനുള്ളിൽ ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നെത്തുന്നത് ഒരു ഗ്രേവിൻ്റെ മുമ്പിലാണ് കേട്ടോ. ഇത് ആരുടെ ഗ്രേവാന്ന് വെച്ചാൽ നമ്മുടെ ഹെയ്ൻ്റെ ഗ്രേവാണ് കേട്ടോ. അപ്പോൾ 84 വയസ്സ് വരെ ഹെയ്ൻ ജീവിച്ചു. അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ തീർന്നതിന് ശേഷം ഇവർ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ചു കേട്ടോ. മുൻപൊരു എപ്പിസോഡിൽ നമ്മുടെ ഹെയ്നും ഹ്യൂങ്ങും കൂടി ഹണിമൂണിന് ഈ സെയിം സ്ഥലത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ഹെയ്ൻ ഒരാളെ കണ്ടിരുന്നു, ഒരു ഗ്രാൻഡ് പാനെ കണ്ടിരുന്നു, കയ്യിൽ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഒരു ഗ്രേവ് വിസിറ്റ് ചെയ്യാൻ വന്നൊരു ഗ്രാൻഡ് പാനെ. പക്ഷെ നമ്മുടെ ഹ്യൂങ്ങും ഹെയ്നും അതിനുശേഷം ആ ഗ്രാൻഡ് പാനെ കണ്ടില്ല കേട്ടോ. ചിലപ്പോൾ ഈ ഒരു സീനായിരിക്കാം അന്ന് ഹണിമൂണിൻ്റെ ടൈമിൽ ഹെയ്ൻ കണ്ടിട്ടുണ്ടാവുക, ഒരു തേജാവും ഒക്കെ പോലെ. നെക്സ്റ്റ് സീനിൽ ഗ്രാൻഡ്പ ഹെയ്ൻ്റെ കൂടെ വരാറുള്ള ആ സെയിം ഫീൽഡിൽ അവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ പണ്ടത്തെ നമ്മുടെ ഹെയ്ൻ വരുന്നത്. അതുപോലെ തന്നെ ഗ്രാൻഡ്പ മാറി നമ്മുടെ ഹ്യൂങ്ങു ആവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സീനിലൂടെ മീൻ ചെയ്യുന്നത് മരണത്തിന് ശേഷം ആഫ്റ്റർ ലൈഫിൽ ഇവർ വീണ്ടും ഒന്നിക്കുകയാണ്. അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ഡ്രാമ ഇവിടെ എൻഡ് ആവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്ത ഡ്രാമയിൽ നമുക്ക് വീണ്ടും കാണാം.